ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി മഹാലക്ഷ്മി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ മഞ്ജുവും സാഗറും കൂടി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം, ജീവിച്ച് വിജയിച്ച് കാണിക്കണം എന്നൊക്കെ മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ട് പെട്ടെന്ന് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സാഗർ എൻ്റെ കൂടെ നിന്നാൽ മതി. നമുക്ക് രണ്ടുപേർക്കും അത്യാവശ്യം പഠിപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ജോലി കിട്ടി നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് ജീവിതം പതുക്കെ പതുക്കെ പച്ച പിടിക്കുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സാഗർ, നമ്മൾ ഒരുമിച്ച് ചോദിച്ചാൽ പലതും നടക്കുമെന്ന് എന്നൊക്കെ പറയണം. അങ്ങനെ സാഗറും മഞ്ജും കൂടി ജീവിക്കാൻ തന്നെ, ജീവിച്ച് മുന്നേറാൻ തന്നെ തീരുമാനിക്കാട്ടോ. അതേ സമയത്ത് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണനെ പുറത്തു വെച്ച് കാണുമ്പോഴേക്കും സാഗർ അവരുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് സംസാരിക്കാനായിട്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നോക്ക്, നീ ഏതെങ്കിലും തരത്തില് എന്റെ പെങ്ങളായ മഞ്ജുവിനെ വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ പിന്നെ ഇപ്പൊ കാണുന്ന മഞ്ജുവിന്റെ ചേട്ടനായിരിക്കും നീ എന്നെ ഇനി കാണാൻ പോണത്. നല്ലൊരു വില്ലനായിട്ടായിരിക്കും. നീ ഈ അവസ്ഥയിൽ ഇനി പുറത്തിറങ്ങി നടക്കും നീ വിചാരിക്കേണ്ട. എന്റെ പെങ്ങളിപ്പൊ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം എങ്ങനെ തെറ്റാണെന്ന് അവൾക്ക് തോന്നി അവൾ വിഷമിക്കണതെങ്ങാനും ഞാൻ അറിഞ്ഞ സാഗറെ, പിന്നെ നീ ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല എന്ന് കണ്ണൻ പറയാണ്. ആ സമയത്ത് നമ്മുടെ സാഗർ പറയണ്ട്, കണ്ണൻ സാറും മഹാലക്ഷ്മി മേഡം എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ കുറ്റമൊന്നും പറയില്ല. കാരണം എന്നെ ആ തരത്തിലാണ് നിങ്ങൾക്കൊക്കെ പെരുമാറിയത്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളോട് ചെയ്യണത് തെറ്റാണെന്നൊക്കെ. പിന്നെ അന്നത്തെ ആ ഒരു ആവേശത്തിലും മേഘനാഥന്റെ നിർബന്ധത്തിലുമാണ് ഞാൻ പലതും കാണിച്ചു കൂട്ടിയത്. അതിനെ മഹാലക്ഷ്മി മേഡത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയണ്ട്, നീ എൻ്റെ കാല് പിടിച്ച് മാപ്പൊന്നും പറയണ്ട. നിന്റെ മാപ്പും എനിക്ക് വേണ്ട. നീ മഞ്ജുവിനെ വിഷമിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ നിന്റെ ക്ഷമാപണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ 10 പൈസയുടെ എന്തായാലും ഇത് കണ്ണേട്ടന്റെ ഭാഗത്ത് നിന്ന് സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇല്ല മേഡം, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് മഞ്ജുവിനെ നോക്കും. എന്നിട്ട് നിങ്ങളുടെ കൺമുമ്പിലേക്ക് തന്നെ ഞാൻ മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരും. അവളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിയത്? ഒരു രാജകുമാരിനെ പോലെയല്ല നോക്കിയത്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ഞാൻ അവളെ നോക്കും, നല്ലൊരു രാജകുമാരിനെ പോലെ എന്നൊക്കെ സാഗർ പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോകാട്ടോ. അപ്പൊ കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കണ്ട്, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോടോ? തനിക്ക് എന്താ തോന്നണത്? അവന് പഴയ പോലെ എന്നല്ല, എന്തോ ഒരു മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണോന്ന് അറിയില്ല. കാരണം നമ്മുടെ വിശ്വാസം നേടി പറ്റണമല്ലോ. എന്തായാലും കണ്ണടച്ച് ഇപ്പൊ ആരെയും വിശ്വസിക്കേണ്ട കണ്ണേട്ടാ. നമുക്ക് കുറച്ചുകൂടി നോക്കാം. എന്നിട്ടും അവൻ ശരിക്കും മഞ്ജുനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കേണ്ട രീതി സഹായിക്കാം. പിന്നെ ആദ്യം അവരൊന്ന് ജീവിക്കട്ടെ, കഷ്ടപ്പാട് അറിഞ്ഞു തന്നെ അവര് ജീവിക്കട്ടെ എന്ന് പറയാണ്. സാഗർ എന്തായാലും മഞ്ജുനെ നോക്കുമെന്ന് എനിക്കും ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അതേസമയം സാഗറിന് നല്ലൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കാട്ടോ. നമ്മുടെ മാർക്കോ നല്ല അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. സാഗർ ആ ജോലിക്ക് പോകാൻ വേണ്ടി തന്നെ തയ്യാറാവാണ്. മഞ്ജു പറയുന്നുണ്ട്, മഞ്ജുവിനും ഒരു ജോലി വേണം എന്ന് മഞ്ജു പറയാണ്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ വേണം. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയാലേ നമ്മൾ വിചാരിച്ചൊരു സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എനിക്കും ഒരു ജോലി വേണം എന്ന് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്. അതനുസരിച്ച് മാർക്കോ മഞ്ജുവിനും ഒരു നല്ലൊരു ജോലി അന്വേഷിക്കുകയാണ്. മഞ്ജുവിന് ജോലി കിട്ടാൻ ഒരു പ്രയാസവും കണ്ണൻ സാറിന്റെ പെങ്ങളാന്ന് പറഞ്ഞ ജോലി തീർച്ചയായിട്ടും മഞ്ജുക്ക് ജോലി കിട്ടും എന്ന് മാർക്കോ പറയുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അത് കണ്ണേട്ടന്റെ സഹോദരിയാണെന്നുമായിട്ടുള്ള ജോലി വേണ്ട. എനിക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന സാധാരണ എന്തെങ്കിലും വർക്ക് മതി. മഞ്ജു ഇത്രയും പഠിച്ചതല്ലേ, പഠിപ്പിനനുസരിച്ചുള്ള ജോലി ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് മാർക്കോ. അങ്ങനെ രണ്ടുപേരും കൂടി ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറാവാട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും മഹാലക്ഷ്മിനെ കണ്ണനെ വീണ്ടും കാണുവാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നു മുതൽ ജോലിക്ക് കയറുവാണ്, നിങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ അനുഗ്രഹമൊക്കെ പിന്നെ തരാം, എന്തായാലും നിങ്ങൾ ജോലിക്ക് പോയിട്ട് ജീവിച്ച് കാണിക്കുക എന്ന് മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചനെ ജീവിക്കണമെന്ന് നമ്മുടെ സാഗറും അതുപോലെ തന്നെ മഞ്ജും തീരുമാനിക്കാട്ടോ. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, രണ്ടുപേരും ഒരുമിച്ച് ഒരേ മനസ്സോട് തന്നെ മുന്നേറും എന്നൊരു ദൃഢനിശ്ചയം രണ്ടുപേരും എടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ജോലിക്ക് കയറുന്നുണ്ട്. മനസ്സിൽ ഒരു വാശിയുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ജോലിക്ക് ക്ലിക്ക് ആവാട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ജോലിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ സമ്പാദിക്കുമ്പോഴേക്കോ അവർക്ക് ഒന്നിനും തികയുന്നില്ലെങ്കിലും
പിന്നീട് 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 എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈ കണ്ണേട്ടൻ ഇത്ര നല്ലൊരു ബിസിനസ്മാൻ ആയതെന്നും എങ്ങനെ എവിടെ ചെലവാക്കിയിട്ടാണ് ആയതെന്നും ഒക്കെ മഞ്ജുക്ക് മനസ്സിലാവാണ്. അതേ രീതിയിൽ തന്നെ കണ്ണേട്ടൻ എങ്ങനെയാണ് ബിസിനസ്സിൽ വിജയിച്ചത് അതേ രീതി തന്നെ മഞ്ജു ഇവിടെ എടുക്കുകയാണ്. അപ്പൊ മഞ്ജു പറയണ്ട് സാഗറിനോട്, സാഗർ നമുക്കിപ്പോ കുറെ പണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഉണ്ണിയും അതുപോലെ തന്നെ കരുണയും അമ്മയൊക്കെ അറിയണ്ട് കേട്ടോ. അവര് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവാണ്. എടാ ഉണ്ണി, നിന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാവോടാ? ആ സാഗർ ആ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ടും അവന്റെ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്. നീയും കണ്ണന്റെ സ്വത്തൊന്നും ആഗ്രഹിക്കണ്ട, നീയും എന്തെങ്കിലുമൊക്കെ തുടങ്ങണതാ നല്ലത് എന്ന് പറയുമ്പോഴേക്കും കരുണ പറയണ്ട് അതിന് ഇയാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് പുച്ഛത്തോടു കൂടി തന്നെ കരുണയും അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അങ്ങനെ മാർക്കോ മുൻകൈ എടുത്തിട്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മഞ്ജുവിനെയും അതുപോലെ തന്നെ സാഗറിനെയും സഹായിക്കുകയാണ്. അവർ നല്ല രീതിയിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ട് മേഘനാഥനെ ദേഷ്യവും അസൂയയും കുശുമ്പൊക്കെ മൂത്തിരിക്കുകയാണ്. അവര് ബിസിനസ് ചെയ്ത് വിജയിക്കാനോ? ഒരിക്കലുമില്ല. അവരുടെ ബിസിനസ് ഞാൻ ഇടിച്ചു പൊളിക്കും, എങ്ങനെയെങ്കിലും തരത്തിൽ അവരിതിലേ നിന്ന് കൊടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇവരുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി പല വഴികളും മേഘനാഥനും ഉണ്ണിയും കരുണയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവരറിയാതെ, അതായത് മഞ്ജും സാഗറും അറിയാതെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അവരെ രക്ഷപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിചാരിച്ച രീതിയിലേക്ക് തന്നെ സാഗറിന്റെ മഞ്ജുവിന്റെ ജീവിതം മാറിപ്പോകുകയാണ്. അതായത് നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മഞ്ജു പറയുന്നുണ്ട്, ഇനി എന്റെ കണ്ണേട്ടന്റെയും മഹാലക്ഷ്മി ഏട്ടത്തിയുടെ മുമ്പിൽ പോയി നിൽക്കണം. എന്നിട്ട് അഭിമാനത്തോടെ പറയണം, എന്റെ സാഗർ എന്നെ ഇപ്പൊ ഈ നിലയിൽ എത്തിച്ചു, നമ്മളും ചെറിയൊരു ബിസിനസ്സുകാരായി എന്ന് അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എടോ നമ്മൾ ഈ നിലയിൽ എത്തുമെന്ന് അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി അവര് വിട്ടത്, തനിക്കിതുവരെ മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ വീണ്ടും മഞ്ജുവിന്റെ അടുത്തേക്ക് വരുവാണ്. നീ ഇവനായിട്ട് ബിസിനസ്സുകാരനാക്കിയെന്നൊക്കെ കേട്ടല്ലോടി, അതൊന്നും വലിയ ഒരുപാട് നാളൊന്നും നിലനിൽക്കാൻ പോണില്ലടി, ആ ബിസിനസ് തകർന്ന് താഴെ വീഴും എന്നൊക്കെ പറയണം. എന്തിന് താനൊരു കാര്യം ചെയ്യും, താനൊരു ആണാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് താൻ വിജയിപ്പിച്ച് കാണിക്കണോ എന്തെങ്കിലും ഒരു ബിസിനസ്, കപ്പലിന്റെ ബിസിനസ് എങ്കിലും തനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു പുച്ഛിക്കുന്നുണ്ട്. കരുണക്കും ഭയങ്കര ദേഷ്യം വരാട്ടോ. ഉണ്ണീനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിന്നെ കൊണ്ടൊക്കെ എന്തിനെ കൊള്ളാം, 10 പൈസയുടെ സാധനം ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാൻ എന്തിനും കഴിവ് നിനക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണീനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടോ കരുണ. അങ്ങനെ ഉണ്ണിക്കും ആകെ പ്രാന്ത് പിടിക്കുകയാണ്. എന്തായാലും സാഗറും മഞ്ജും കൂടി രക്ഷപ്പെട്ട് കഴിയുമ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. സാഗറിനെ അവർ പൂർണ്ണ വിശ്വാസത്തിലേക്ക് എടുക്കുകയാണ്. കാരണം സാഗർ തന്റെ അനിയത്തിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും അവൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും ഏതറ്റം വരെ പോകാനായിട്ടും സാഗർ റെഡിയാണെന്ന് കണ്ണനെ മനസ്സിലാവാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും സാഗറിനെ മഞ്ജുവിനെയും കൂടെ ചേർക്കുവാട്ടോ. കാരണം അവര് നല്ലവരാണ്, സാഗർ നല്ലവനാണ്, തന്റെ അനിയത്തിയുടെ ആ ഒരു തീരുമാനം തെറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണൻ നമ്മുടെ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതേ സമയത്ത് കരുണയാണെങ്കിൽ CID പണി തുടങ്ങുവാണ്. കാരണം കണ്ണന്റെ കാല് ചലിക്കുന്നത് കരുണ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ചലിക്കുന്നുണ്ടോ, അത് തന്റെ തോന്നല് മാത്രമാണോ എന്നൊക്കെ കരുണ ഒന്ന് ഉറപ്പിക്കണം. അതിനുവേണ്ടി കണ്ണന്റെ പുറകിലാണ് ഇനി കരുണയുടെ നോട്ടം ഫുള്ള് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.